കല്യാണി രൂപം വനത്തേന് പോവാൻ വില്ലിഞ്ചരം കയ്യിലെടുത്തോരു നേരം പിന്നാലെ ചെയ്ത ഉറപ്പിട്ട് ചെയ്ത കല്യാണി രൂപം മുമ്പേ നടന്നു അമ്മുകാച്ചി ആഴാചീത ദേവിതൻ്റെ മുമ്പിൽ ചെന്നു സമ്മതമൊടുമാൻ മാൻപടി വായത് മാരിയൻ ഉന്മയായി കാണിച്ചു ഒരാളെ പിന്നെ കിട്ടിയാലും മാനീനെ കിട്ടണം എനിക്ക് സമ്മതമൊടുമാൻ മാൻപടി വായത് മാരിയൻ ഉന്മയായി കാണിച്ചു ഒരാളെ പിന്നെ അമ്പേനോടേ സീതാദേവി അമ്മ ആരുണ്യത്തിൽ വായുങ്കാലം രന്തനായ രംഗേനടൻ വന്നു കട്ടുകൊണ്ട് പോയ സീതാദേ അമ്പനോടേ സീതാദേവി അമ്മ ആരുണ്യത്തിൽ വായുങ്കാലം രന്തനായ രംഗേനടൻ വന്നു കട്ടുകൊണ്ട് പോയ സീതാദേ രാമ നീ എന്നുടവാരെ ആരാരും അറിയണം ഇപ്പോൾ തിരിഞ്ഞാൻ ആരെന്നുള്ളത് നേരെ അറിയുടെ ലക്ഷ്മണ തിത്തിത്തിരികള താതാതാതേരികള തിത്തിത്തിരികള താതാതാതേരികള രാമ നീ എന്നുടവാരെ ആരാരും അറിയണം ഇപ്പോൾ തിരിഞ്ഞാൻ ആരെന്നുള്ളത് നേരെ അറിയുടെ ലക്ഷ്മണ തിത്തിത്തിരികള ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ ഭക്ത ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ ശ്രീരാമ ഭക്തവത്സല ശ്രീരാമ രാമ. പണ്ട് ഇന്ന് വെച്ചാൽ കണ്ട രാജാവ് ഭരിച്ച കാലത്ത് അളവില്ല പതുവില്ല, ആദിവാസികൾക്ക് അളവും പതുവും ഒന്നുമില്ല. ഇഷ്ടം പോലെ വനഭൂമി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വനഭൂമി വെട്ടി നശിപ്പിച്ച് നമുക്ക് കാട്ടിന് തീയൊക്കെ വെച്ച് നമുക്ക് നെല്ല് ഞങ്ങൾ പണ്ട് തിന്നുകൊണ്ട് കിടന്നു വേണ്ട നെല്ല് വിതച്ച് മീനത്തിൽ നെല്ല് വിതച്ചാൽ ചിങ്ങത്തിൽ അറുത്ത് ആ നെല്ല് അതാണ് പിന്നെ ഞങ്ങളുടെ ആഹാരം. പിന്നോട് അതിശേഷം പിന്നെ മരിക്കിനി, അതിൽ നടണ മരിക്കിനി, തോര, പയർ, ഇറുങ്ക് ഇങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ഞങ്ങൾ ചെയ്ത് തിന്നുകൊണ്ട് കിടന്നപ്പം ഞങ്ങൾക്ക് അസുഖമൊന്നും അങ്ങനെ കൂടുതലില്ല. ഞങ്ങൾ പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അസുഖമൊന്നും അങ്ങനെ ഇല്ല. ഞങ്ങൾ ആശുപത്രിയിലൊന്നും പോകില്ല, ആശുപത്രിയൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പോവുകയില്ല. അങ്ങനെ കിടന്നതാണ്. പിന്നോട് അതിശേഷം പിന്നെ നെഹ്റൂരെ ഭരണമായപ്പം അന്ന് ഞങ്ങൾ രാജാവ് ഭരിച്ച കാലത്ത് ഞങ്ങൾക്കാണെങ്കിൽ വിളക്കും വെട്ടവും ഒന്നുമില്ല, വണ്ടിയും പേനാവൊന്നുമില്ല. ഞങ്ങൾ നടന്നാണ് പോണത്. ഊടെ നിന്ന് നടന്ന് ഞങ്ങൾ ചെമട് കൊണ്ട് കാട്ടിലുള്ള കൂവയില ഓടിച്ച് കെട്ടി ഊടെ നിന്ന് തല വെച്ചെടുത്ത് കോട്ടൂർ കൊണ്ടുവന്ന് ലേലക്കടയുണ്ട്, ആ ലേലക്കടയിൽ കൊണ്ടുവന്ന് ലേലം വിളിച്ച് ആ പൈസ വാങ്ങിച്ചാണ് ഞങ്ങൾ സാധനങ്ങൾ ഞങ്ങൾ കുറേശ്ശൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. ആഹാരം വാങ്ങിച്ചില്ല. മരിക്കിനിയുണ്ട്, വിളയിൽ നെല്ലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആഹാരം വാങ്ങിച്ചില്ല. ഉപ്പും മുളകും ഇതൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ കൊണ്ടുവന്ന് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നത്. ഞങ്ങൾ വന്ന് വേവിച്ച് പെറുക്കി ഞങ്ങൾ തിന്ന് കിടന്നു. പിന്നെ നെഹ്റൂര കാലമായപ്പോൾ ഞാൻ ജനിക്ക് ഓർമ്മ വന്നപ്പം കണ്ട ഈ ചെവലെ ബസ്, ആ ബസ് ഇപ്പോഴും കൊണ്ട് ആ ബസ്സാണ് അന്ന് ഉള്ളത്. അത് 1, 2, 3 ബസ്സൊക്കെ ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അത് ഞങ്ങളുടെ വീട്ടിൻ്റെ നടയിലൊന്നും ആ ബസ്സൊന്നും വരില്ല. അന്ന് അങ്ങനെ ഉള്ളു ബസ്. അന്ന് അണേര കാലം. ആ കാലം കഴിഞ്ഞ് ഇപ്പോഴും മന്ത്രിമാരുടെ ഭരണമായപ്പം ഞങ്ങളിനെ എല്ലാത്തിനെയും ഒരു വളച്ചും അളന്ന് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ വെട്ടിപ്പിടിച്ച ഭൂമി മാത്രം അളന്ന് തന്ന് ഞങ്ങൾ ആ വെട്ടിപ്പിടിച്ച ഭൂമി തന്നെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് കിടക്കുന്നു. ആ ജോലി ചെയ്യുന്ന
ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവർ അളന്ന് തന്നെങ്കിലും അങ്ങനെ സർക്കാർ അങ്ങനെ അളന്ന് തന്നു. ഇപ്പോഴത്തെ മന്ത്രിമാരായിരുന്നാലും ആരായിരുന്നാലും മന്ത്രിമാർ അങ്ങനെ അളന്ന് തന്നല്ലോ. തന്നും കൊണ്ട് അതിൻ്റെ ചുറ്റാകെ ഞങ്ങൾക്ക് മറ അതിന് മൃഗങ്ങൾ കയറാണ്ട് മറ ചെയ്ത് തരണ്ടേ, അതും ചെയ്ത് തരുന്നില്ല. ഞങ്ങൾക്ക് നട്ട് ഒന്നും തിന്നാൻ പറ്റൂല. ആന, കാട്ടുപോത്ത്, പന്നി, മ്ലാവ് ഇതിൻ്റെയൊക്കെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ ഞങ്ങൾ കിടന്ന് നഗരിച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് പിന്നോട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പം ഈ കാർത്തിക സാറാണ് അന്ന് പറഞ്ഞത്. അന്ന് അപ്പോൾ ഞങ്ങൾക്ക് അത്ര അറിവില്ല. ഞങ്ങളുടെ കൊച്ചു പിള്ളേർ പള്ളിക്കൂടത്തിൽ പഠിച്ച പിള്ളേരൊക്കെ പറയാണ്, നമുക്ക് കാർത്തികൻ സാറിൻ്റെ അടി നമുക്ക് വിളക്കും വെട്ടവും ഇല്ല, പിള്ളേർക്ക് പഠിക്കാൻ ഒക്കില്ല. അന്ന് പിള്ളേരൊന്നും അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാനും പറ്റൂല. നടന്നു പോകാൻ പറ്റൂല. കൂടെ നിന്ന് കോട്ടൂർ വരെയൊക്കെ നടന്നു പോകാനും കുറ്റിക്ക വരെ നടന്നു പോകാനും പറ്റൂല. അതുകൊണ്ട് പറഞ്ഞ് നമ്മുടെ പിള്ളേരിനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി പൈസ എടുത്ത് കൂട്ടി ജീപ്പിന് പൈസ കൊടുത്ത് നമുക്ക് 1-2 ജീപ്പ് വിളിച്ച് നമുക്ക് ഇനി കാർത്തികൻ സാറിനെ കാണാൻ പോകണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പൈസകൾ എടുത്തു കൂട്ടി 2-3 ജീപ്പ് വിളിച്ച് ബാലിപ്പാറ, മാങ്കോട്, മുളമ്മൂട്, കൈതോട്, ചോനാമ്പാറ ഇങ്ങനെയൊക്കെയുള്ള സെറ്റിൽമെൻറ്റിലുള്ള ആളുകളെല്ലാവരും കൂടെ ഞങ്ങൾ കാർത്തികൻ സാറിനെ കാണാൻ പോയി. വീട്ടിൽ അവിടെ ചെന്ന് ഞങ്ങളിലാണ് ആദ്യമേ കാർത്തികൻ സാറ് ഞങ്ങളിലൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ രാത്രിയെ പോയി അവിടെ ഉറക്കഴിച്ച് കാർത്തിക സാറ് വെളിയിറങ്ങിയപ്പോൾ ഞങ്ങളാണ് നിൽക്കുന്നത്. അത് കാർത്തിക സാർക്ക് ഞെട്ടിപ്പോയി, ഇതെന്തിനാണ് ആദിവാസികൾ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് കുറച്ച് കാര്യമുണ്ട് സാറേ പറയാൻ. ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളിനെ അക്ഷരാഭ്യാസം പഠിപ്പിക്കണം. അതിന് ബസ്സില്ല, ഞങ്ങൾക്ക് വിളക്ക് വെട്ടമില്ല, മണ്ണെണ്ണ കിട്ടുന്ന നേരത്തെ കിട്ടും, മണ്ണെണ്ണ കിട്ടാത്തപ്പം കിട്ടില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുമെങ്കിൽ കിട്ടും, കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഈറ ചൂട്ടുകൊണ്ടാണ് ഞങ്ങൾ വെട്ടം കണ്ട് ഞങ്ങൾ ആഹാരം വരെ വേവിച്ച് തിന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെട്ടം വേണം, ഞങ്ങൾക്ക് റോഡ് വേണം, ഞങ്ങൾക്ക് KSRT ബസ് വേണം. ബസ്സുണ്ടെങ്കിലേ ഞങ്ങൾക്ക് പിള്ളേരിനെ ഞങ്ങൾക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ പിള്ളേരെല്ലാവരും പണ്ടേ പോലെ ഞങ്ങൾ ആദിവാസിയായിട്ട് കിടന്നല്ലേ പറ്റുള്ളൂ. ആനശല്യമുണ്ട്, മൃഗശല്യങ്ങളുണ്ട്, പിള്ളേരിനെ മാത്രം പള്ളിക്കൂടത്തിൽ വിടാൻ പറ്റില്ല. ഇന്നൊക്കെ ഉള്ള ഞങ്ങളുടെ സങ്കടം പറഞ്ഞപ്പം കാർത്തികൻ സാറ് പറഞ്ഞ്, നിങ്ങൾ പോയി നമുക്കൊന്ന് നോക്കാം, നിങ്ങൾക്ക് വെട്ടവും ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ വെട്ടവും തരും, നിങ്ങൾക്ക് ബസ്സും വിട്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് കാർത്തികൻ സാർ ഞങ്ങൾക്ക് ഒരു 1000 രൂപയും തന്നു. പിള്ളേർക്ക് ചായ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടി 1000 രൂപയും തന്നു. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി വീട്ടിലൊക്കെ വന്നിട്ട് അന്ന് ചെറിയ വഴി പോലെ കിടന്നതാണ്, റോഡൊന്നുമില്ല. ഒരു ജീപ്പിന് തന്നെ വരാൻ പറ്റില്ല, ചെറിയ വഴി പോലെയാണ് കിടന്നത്. അതിനെ ഞങ്ങൾ കൂടെ ഉള്ളവർ ഞങ്ങൾ പറ്റുന്നവർ ഞങ്ങളെല്ലാവരും പോയി ചെന്ന് റോഡ് സ്വന്തമായിട്ട് വെട്ടി ഒരു ജീപ്പ് വരാൻ കണക്കിനുള്ള തടം ഞങ്ങൾ ശരിയാക്കി ചോനാമ്പാറ കൈതോട് വരെ ആക്കി വച്ച ശേഷമാണ് പിന്നെ റോഡ് വേണമെന്നുള്ള നിയമമായി. പിന്നെ റോഡ് വന്ന് പിന്നെ ഈ ബസ് വന്ന് ഇപ്പം ഈ ബസ് ഇപ്പോഴേ ഉണ്ട്. ഇപ്പം ഈ ബസ്സിൽ തന്നെ പോകാൻ വരെയൊക്കെ ചെയ്യുന്ന പിള്ളേരിനെ പഠിപ്പിക്കാൻ വേണ്ടി ബസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾക്ക് ലൈറ്റും ഇപ്പം വെട്ടവും ഉണ്ട്. വെട്ടവും ലൈറ്റും ഉണ്ട്. പിള്ളേരിനെ പഠിപ്പിക്കാം, ഈ പഠിക്കാൻ ഉത്സാഹമുള്ള പിള്ളേർക്ക് പഠിക്കാൻ പോവാം. ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പിള്ളേരിനെ 10 ക്ലാസ് പഠിപ്പിച്ച് പിന്നീട് പിള്ളേരുടെ ഇഷ്ടം പോലെ പഠിക്കാൻ ഇഷ്ടം ഉള്ള രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ജോലികളൊന്നും പിള്ളേർക്കൊന്നും കിട്ടുന്നില്ല. ജോലിയൊന്നും കിട്ടിയില്ല. അത്ര മേലൊന്നും ആയില്ല. എന്നാലും കുറച്ച് ജോലി കിട്ടേണ്ടിയ പഠിത്തമൊക്കെ ഉള്ള പിള്ളേരും ഉണ്ട്. എന്നാൽ ജോലികളൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതാ ഞങ്ങളിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ബസ്സുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചോനാമ്പാറ അവിടെ വരണതിന് 200 രൂപയാണ് ആട്ടയ്ക്കുള്ള കൂലി. ഇപ്പോഴും ഞങ്ങൾ 20 രൂപയ്ക്കാണ് ഇപ്പം പോണതും വരുന്നതും. കോട്ടൂർ പോയും കൊണ്ട് വീട്ടിൽ വരുന്നതിന് 20 രൂപ, അങ്ങോട്ട് പോണതിനും 20 രൂപ, അങ്ങനെ 40 രൂപ ആവുള്ളൂ. അല്ലെങ്കിൽ 400 രൂപ കൊടുക്കണം. 400 രൂപ ഈ പാവപ്പെട്ട കാണിക്കാരുണ്ടാ കൊടുക്കാൻ ഇല്ല. കുറ്റിക്കാൻ പോകുന്നതിന് 25 രൂപയേ ഉള്ളൂ. അല്ലെങ്കിൽ കുറ്റിക്കാൻ പോകുന്നതിന് എത്ര രൂപയാകും? 300 രൂപയാകും. അപ്പം അതിന് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ വിളയിൽ നട്ടനെ കണ്ട ഒരു കമ്മോ ഒരു തെങ്ങോ ഒരു വാഴയോ ഒരു മരിക്കിനി കമ്പോ എന്തിരുന്നില്ല, ഏതെന്നില്ല. പൈസ കിട്ടുന്ന സാധനം എന്തൊരു നട്ടാലും നമുക്ക് തിന്നത്തക്ക സാധനം നട്ടാലും ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എല്ലാം
കൊണ്ടുപോണത് തന്നെ. ഈ പിള്ളേരിനെ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം പഠിപ്പിക്കണം. പണ്ടുപോലെ ഞങ്ങൾക്ക് വിളയിൽ ആദായങ്ങൾ നട്ട് ഞങ്ങൾക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാണ്ട് ഇങ്ങനെ മൃഗശല്യം കൂടി വരെയാണ്. ഇനി മനുഷ്യനെയും കൂടെ പിടിച്ച് തിന്നും. ഇങ്ങനെ പന്നിയെല്ലാം അടുത്തുനിന്ന് കയറുമെങ്കിൽ അത് കടിക്ക് കൊന്ന് തിന്നും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ശല്യം. വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സാധനം വരെ പന്നി എടുത്തുകൊണ്ട് പോയി വീട്ടിൻ്റെ നടയിൽ പോത്ത് അത് വെളിയിറങ്ങുമെങ്കിൽ ഞങ്ങളിനെയൊക്കെ കൊല്ലും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അരിയും സാധനം ഇത് ഞങ്ങൾക്ക് സർക്കാർ തരുന്നത് വലിയ ഉപകാരം തന്നെ. ഇത് തന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിളയര ചുറ്റായി ഞങ്ങൾക്ക് മറ ചെയ്ത് തരണം. എല്ലയ്ക്ക് പറ്റില്ല. പിള്ളേരിനെ അക്ഷരാഭ്യാസം പഠിപ്പിക്കണം. പണ്ടത്തെ കാലം പോലെയല്ല. നെല്ല് വിളച്ചാൻ പറ്റൂല, വിളയിൽ മച്ചിരി കമ്പ് നടാൻ പറ്റൂല. ഞങ്ങളുടെ പണ്ടത്തെ കൃഷികളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. എല്ലാം മൃഗശല്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കറണ്ട് വിളക്കും വേണം, വെട്ടവും വേണം. ഞങ്ങൾക്ക് KSRTC ഈ ബസ്സും വേണം. ഞങ്ങൾക്ക് 2000-3000 രൂപ കൊടുത്ത് പോകാനുള്ള പൈസയൊന്നുമില്ല. പാറ്റാമ്പാറ അണകാല് അങ്ങോട്ട് കിടക്കുന്നവർ ഒരു ജീപ്പ് വിളിച്ച് പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അവർക്ക് 3000 രൂപയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന സാധനത്തിന് ചിലപ്പോൾ 3000 രൂപയാണ് കിട്ടുന്നത്. ആ വണ്ടിക്ക് മാത്രം കൊടുത്തും കൊണ്ട് വെറുപറ വീട്ടിൽ കയറി പോകും. ആ സ്ഥിതിയാണ്. ഞങ്ങൾക്ക് ബസ് വേണം. പിള്ളേരിനെ പഠിപ്പിക്കണം. വലിയരിക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ കോട്ടൂർ പോകണം. ഞങ്ങൾക്ക് 200-300 രൂപ കൊടുത്താവാത്ത കൂട്ടങ്ങൾക്ക് 200-300 രൂപ കൊടുക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലുള്ള പൈസ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും 40 രൂപയ്ക്കും ഞങ്ങൾക്ക് ബസ്സിൽ പോകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് 200-300 രൂപ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം കർശനമായിട്ട് ഞങ്ങൾക്ക് വേണം. ഈ ആദിവാസികൾക്ക് ഇതാണ്ട് വിള ചുറ്റായുള്ള എന്തിനായിരുന്നാലും ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകാർ ഞങ്ങൾക്ക് ഈ വിളയുടെ ചുറ്റായ ഞങ്ങൾക്ക് എന്തെങ്കിലും മറ ചെയ്ത് കിടങ്ങെടുത്ത് തന്നെ തരണം. കമ്പിയൊന്നും കെട്ടിയിടണ്ട. കമ്പി ആദ്യമേ കെട്ടി തന്നത് തന്നെ അതെല്ലാം പൊളിച്ച് മാറ്റി ആന. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് കിടങ്ങെടുത്ത് തന്നെ തന്നാലേ ഞങ്ങൾക്ക് പണ്ടത്തെ കൃഷി കുറേച്ചെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയും അത് കൃഷി ചെയ്തേണ്ട കിട്ടൂല. എന്നാലും റബ്ബർ തൈയെങ്കിലും നട്ടുവെച്ച് അത് പരുവാമത്ത് വെട്ടി പൊറുക്കി തിന്നാം, വല്ലെങ്കിൽ തിന്നാൻ കിട്ടുന്നത്. പിന്നെ തൊഴിലുറപ്പ് ജോലി ആവിനവർ പോണവർക്ക് അത് അങ്ങനെയും പോണത് കൊണ്ട് വല്ലതും 10 രൂപ പൈസ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. എല്ലയ്ക്ക് ഞങ്ങൾ വിളയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒന്നും ഒരു ആദായം എടുത്തുകൊണ്ടെന്ന് വിറ്റ് ഞങ്ങൾ ഒന്നും കഴിക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കുരുമുളക് നട്ടാൽ കുരുമുളകിൻ്റെ മൂട് മുതൽ ആ പോത്തിൻ്റെ പൊക്കം വരെയുള്ള കുരുമുളകുള്ള വള്ളിയെല്ലാം തീറ്റി. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? ആന കമ്മിനെ തള്ളിയും കൊണ്ട് അതിനെ ചവിട്ടി ഉടച്ച് അതിൻ്റെ അകത്തത്തെ ചോറ് തീറ്റി. നമ്മളിന്ന് ഫോറസ്റ്റ് അറോടിക്കെന്ന് പരാതി പറഞ്ഞ് നമ്മൾ പറയുന്നിടത്ത് ചിലപ്പോൾ 1000-2000 രൂപ തരും. ആ രൂപ എത്ര ദിവസം വരെ വെച്ച് നമ്മൾ തിന്നാൻ പറ്റുമോ? ആന മനുഷ്യനെ കൊല്ലുന്നു. മനുഷ്യനെ കൊന്നനെ കണ്ട മനുഷ്യൻ കിടന്നിട്ട് എത്ര 1000 രൂപ പിന്നെ അവർ ഉന്നയിച്ചെടുക്കും. അത് ഒരു 4 ലക്ഷമോ 5 ലക്ഷമോ രൂപകൾ കൊടുക്കും. ഇനി അതൊന്നും പറ്റൂല. ആള് തരണം. ഇനി ആന അങ്ങനെ ഈ ആദിവാസികളെ കൊന്നനെ കണ്ട ആള് തന്നാൽ അതുപോലെ ഞങ്ങൾക്ക് ബസ് വന്നത് ഞങ്ങൾക്ക് വലിയ പുണ്യമായി. എത്ര പൈസ ഇല്ലാണ്ടിരിക്കുന്നതായിരിക്കും 20 രൂപ എങ്ങനെയായിരുന്നു ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചെങ്കിലും 20 രൂപ 50 രൂപ 100 രൂപ കടം വാങ്ങിച്ചെങ്കിലും ബസ് കൂലി കൊടുത്ത് പോണത് ഞങ്ങൾക്ക് നല്ലൊരു ഞങ്ങൾക്കൊരു പുണ്യവും ആഗ്രഹവുമാണ്. മലനാടിൻ്റെ മണ്ണിൽ മുളച്ചത് കാടിൻ്റെ മക്കൾക്ക് കാടും മേടും കൈവിട്ട് പോയത് കാടിൻ്റെ മക്കൾക്ക് കാട്ടുകിഴങ്ങും മൊഴിയും മാലയും കൈവിട്ട് പോയല്ലോ കാടിൻ്റെ മക്കൾക്ക് ആറ്റിലെ ഞണ്ടും തോട്ടിലെ മീനും കൈവിട്ട് പോയല്ലോ കാടിൻ്റെ മക്കൾക്ക് മലനാടിൻ്റെ മണ്ണിൽ മുളച്ചത് കാടിൻ്റെ മക്കൾക്ക് കാടും മേടും കൈവിട്ട് പോയത് കാടിൻ്റെ മക്കൾക്ക്
കാട്ടുകിഴങ്ങും മൂലിയും മാലയും കൈവിട്ട് പോയല്ലോ കാടിൻ്റെ മക്കൾക്ക് കാടിൻ്റെ മക്കൾക്ക് ആറ്റിലെ ഞണ്ടും തോട്ടിലെ മീനും കൈവിട്ട് പോയല്ലോ കാടിൻ്റെ മക്കൾക്ക് കാടിൻ്റെ മക്കൾക്ക് മലനാടിൻ്റെ മണ്ണിൽ മുളച്ചത് കാടിൻ്റെ മക്കൾക്ക് കാടിൻ്റെ മക്കൾക്ക് കാടും മേടും കൈവിട്ട് പോയത് കാടിൻ്റെ മക്കൾക്ക്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കുട്ടനാടിൻ്റെ വടക്കൻ മേഖലയിലുള്ള കർഷക ഗ്രാമമാണ് കാവാലം. കാവാലം ആലപ്പുഴ ജില്ലയിലാണെങ്കിലും കൂടുതലും കോട്ടയവും ചങ്ങനാശ്ശേരിയും പട്ടണങ്ങളുമായിട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. 4 നൂറ്റാണ്ട് വരെ കാവാലം മേഖലയിലുള്ള ആളുകൾ ജലമാർഗമാണ് ഈ സമീപ പട്ടണപ്രദേശങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അന്ന് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ തന്നെയാണ് എല്ലാ ആളുകളും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാവാലത്തെ കൂടുതൽ ആളുകളും കർഷകരും നെൽകർഷകരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമൊക്കെയാണ്. അതിരാവിലെ കൽപ്പണിക്കാരായ ആളുകൾ, അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തിയ ആളുകൾ, കക്കയിറച്ചിയുമായി പോകുന്ന ആളുകളൊക്കെ KSRTCയുടെ ബസ് സർവീസുകളിൽ, സ്റ്റേ സർവീസുകളിൽ ഈ കോട്ടയം അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പട്ടണങ്ങളിലേക്ക് പോകും. അതുപോലെ വൈകുന്നേരം തിരിച്ച് രാത്രി സ്റ്റേ സർവീസുകൾ 9 മണിയോടെയൊക്കെ വരുന്ന സ്റ്റേ സർവീസുകളിലാണ് ഈ കാവാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാവാലത്തിന് KSRTCയുമായി വലിയൊരു ആത്മബന്ധമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ 2002 KSRTC ബസ്സുകൾ മാത്രം ഈ നാട്ടിലേക്ക് സർവീസ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കാവാലത്തെ ജനങ്ങൾ ഒന്നടങ്കം സ്വകാര്യ ബസ് വിരുദ്ധ സമരം, കൈനടി വരെ വരുന്ന ഏകദേശം 16ഓളം സ്വകാര്യ ബസ്സുകൾ കാവാലത്തേക്ക് സർവീസിനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്ന് KSRTCക്കായിട്ട് സമരരംഗത്തിറങ്ങിയ കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു സംഭവത്തിന് സാക്ഷിയായ പ്രദേശമാണ് കാവാലം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സമരത്തിന് നമുക്ക് പ്രചോദനമായത് 1999 കൃഷ്ണപുരത്ത് നടന്ന സമരമാണ്. കാരണം സ്വകാര്യ ബസ്സുകൾ കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തിയപ്പോഴുണ്ടായ ദുരനുഭവങ്ങളാണ് ഈ കൃഷ്ണപുരത്തും അതുപോലെ തന്നെ കാവാലത്തുമൊക്കെ KSRTC സർവീസ് മാത്രം മതി എന്നുള്ള ഒരു പൊതുവികാരത്തിലേക്ക് നാട്ടുകാരെ എത്തിച്ചത്. കാരണം സ്വകാര്യ ബസ്സുകൾ രാത്രികാല സർവീസുകളില്ല, അതിരാവിലെയുള്ള സർവീസുകൾ അവർക്കുണ്ടെങ്കിലും അവർ നടത്താറില്ല. വൈകുന്നേരമൊക്കെ വരുന്ന അമ്മമാരെയും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ആളുകൾ കുറവാണെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ആളെ ഇറക്കി സർവീസ് നിർത്തുന്ന ഒരു സാഹചര്യം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KSRTC സർവീസുകൾ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നടത്തിയ സമരം ഒടുവിൽ സർക്കാരും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് KSRTC ജനകീയ സർവീസ് ഈ കാവാലം പ്രദേശത്തേക്ക് ആരംഭിക്കുകയായിരുന്നു. ആയിരത്തി 1999 ഡിസംബർ മാസത്തിലാണ് കോട്ടയം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്ന മുളയ്ക്കാന്തുരുത്തി പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. അതുവരെ ചങ്ങനാശ്ശേരിയിൽ നിന്നും മുളയ്ക്കാന്തുരുത്തി വരെ പ്രൈവറ്റ് ബസ് സർവീസ് നടക്കുന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സും ഉണ്ടായിരുന്നു, അപൂർവമായി ട്രാൻസ്പോർട്ട് സർവീസും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ പാല ഉദ്ഘാടനത്തിന് ശേഷം 2000 ജനുവരിയിൽ സർവീസ് നാരകത്രയ്ക്ക്, അന്ന് നാരകത്ര വരെയാണ് പിന്നീട് റോഡുള്ളത്, അങ്ങോട്ട് ആരംഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. അന്ന് നാട്ടുകാരൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്ക് സ്വകാര്യ ബസ്സുകൾ വേണ്ട, ട്രാൻസ്പോർട്ട് ബസ് KSRTC ബസ്സുകൾ മാത്രം മതി എന്ന്. അതിൻ്റെ കാരണം
അതിന് മുൻകാലങ്ങളിൽ കുറേ വർഷങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. MC റോഡിൽ നിന്നും ഇട റോഡിലേക്ക് കയറുന്ന തുരുത്തി പുന്നമൂട്ടിലെത്തുമ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ അവിടെ നിർത്തും. അവർ പറയും ഇനി 4 പേരെ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ 3 പേരെ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് മുളയ്ക്കാന്തുരുത്തി വരെ സർവീസ് നടത്തുന്നത് നഷ്ടമാണ്, നിങ്ങൾ ബാക്കി ദൂരം നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇറക്കി വിടുമായിരുന്നു. അപ്പോൾ മുളയ്ക്കാന്തുരുത്തി വരെയുള്ളതിൻ്റെ ടിക്കറ്റ് ചാർജും എടുത്തതാണ്. അതിനുശേഷമാണ് ഞങ്ങളെ ഇറക്കി വിടുന്നത്. സ്വാഭാവികമായും എന്നെപ്പോലുള്ളവർക്കൊക്കെ നാരകത്രയിൽ എത്തിച്ചേരണമെങ്കിൽ 1 മണിക്കൂർ നടക്കണം. കാവാലം വരെ പോകേണ്ടവർ 1.25 മണിക്കൂറും 2 മണിക്കൂറും വരെ നടന്നാണ് കാവാലം വരെ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ സ്വകാര്യ ബസ് സർവീസ് നമുക്ക് വേണ്ട. അതുമാത്രമല്ല, ആരെങ്കിലും കല്യാണ ഓട്ടമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വകാര്യ ബസ് മുൻകൂട്ടി അറിയിപ്പില്ലാതെ പണിമുടക്കും. അങ്ങനെ വരുമ്പോൾ ബസ് സർവീസേ കാണുകയില്ല അന്നത്തെ ദിവസം. ഇതൊക്കെ മൂലം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സ്വാധീനിച്ചത് കുറിച്ചി കൈനടി റൂട്ടിൽ ഇതുപോലെ തന്നെ സ്വകാര്യ ബസ് സർവീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സമരം നടന്നിരുന്നു. അവിടെയും ഇതുപോലെ കല്യാണ ഓട്ടങ്ങൾക്കും പാർട്ടി സമ്മേളനങ്ങൾക്കും ഒക്കെ വേണ്ടി ബസ് നിരന്തരമായി മുടക്കുമായിരുന്നു. രാത്രി സർവീസുകൾ അവർ ഓടുകയില്ല. അതിനെ തുടർന്നായിരുന്നു ആ സമരം. പക്ഷേ ആ സമരം പൂർണ്ണമായി വിജയിച്ചില്ല. കാരണം സ്വകാര്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടിലാണ് സ്വകാര്യ ബസ് സർവീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമരം ആരംഭിച്ചത്. അത് വിജയിച്ചില്ല. പക്ഷേ ഇത് പിന്നെ കോട്ടയം ആലപ്പുഴ ജില്ലയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ആണ് ബസ് സർവീസ് ഇനി നടക്കേണ്ടത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പിന്നെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. സ്വകാര്യ ബസ് സർവീസ് വിരുദ്ധ ആക്ഷൻ കൗൺസിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്തു. നാട്ടുകാർ ഒറ്റക്കെട്ടായി ഈ സംഗതിയെ എതിർക്കണം, സ്വകാര്യ ബസ് സർവീസ് നമുക്ക് വേണ്ട, നമുക്ക് KSRTC സർവീസ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി സമരമായി. അങ്ങനെ 3-4 തവണ പോലീസ് സ്റ്റേഷനിൽ പ്രൈവറ്റ് ബസ്സുകാർ പരാതി കൊടുത്തു. ഇങ്ങോട്ട് പെർമിറ്റ് നേടിക്കൊണ്ട് ഓടാൻ വന്ന ഒരു മോർണിംഗ് സ്റ്റാർ ബസ്, അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ ബസ്സുമായി വന്നു. ഞങ്ങൾ തടഞ്ഞ് അതിന് മുന്നിൽ മീറ്റിംഗ് കൂടി, പ്രസംഗങ്ങൾ നടന്നു. അങ്ങനെ അവരെ തിരിച്ചുവിട്ടു. ഞങ്ങൾക്കൊക്കെ നോട്ടീസ് തന്നു. ഇങ്ങനെ ഒരു സമരമായി ഇനി മുന്നോട്ട് പോയാൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ജയിലിൽ കിടക്കേണ്ടി വരും, എല്ലാവരുടെയും പേരിൽ കേസാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഭീഷണിയായിരുന്നു. അപ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു, എനിക്കും ഭയമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ സമരമായിട്ട് മുന്നോട്ട് പോയാൽ ജോലി വരെ പോയേക്കുമോ എന്നുള്ള ഭയമുണ്ട്. അങ്ങനെയൊക്കെ പോലീസുകാർ പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കൊക്കെ ഭയമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു യോഗം ചേർന്ന്, ഒരു വക്കീല് ഉപദേശിച്ചതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് ഈ ആക്ഷൻ കൗൺസിൽ താൽക്കാലികമായി പിരിച്ചുവിട്ടതായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ എല്ലാവരും സമരമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും തീരുമാനിച്ചു. ഒടുവിൽ ആ പറഞ്ഞ ദിവസമെത്തി. പോലീസ് സംരക്ഷണ ഉത്തരവുമായി വൻ സംഘം പോലീസ് ഫോഴ്സുമായിട്ട് പ്രൈവറ്റ് ബസ് വരികയാണ് ഈ റൂട്ടിൽ ഓടാൻ വേണ്ടി. അന്ന് ആലപ്പുഴ RDOയുടെ പക്കൽ നിന്നും വെടിവെക്കാനുള്ള ഉത്തരവ് വരെ സമ്പാദിച്ചിട്ടാണ്, ആ ഉത്തരവുമായിട്ടാണ് പോലീസ് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ആ ദിവസം പുലർച്ചെ തന്നെ, രാത്രിയിൽ തന്നെ ഞങ്ങൾ റോഡുകളിൽ മുഴുവൻ, റോഡായ റോഡുകളിലെല്ലാം ടാർ വീപ്പയും മറ്റും വലിയ പാറകളുമൊക്കെ നിരത്തി വഴി മുഴുവൻ പൂർണ്ണമായി അടച്ചു. അപ്പോൾ ഒരു ഉച്ച വരെയുള്ള സമയം പോലീസുകാർക്ക് ഈ ബസ്സിൻ്റെ ആളുകൾക്കും ഈ പാറയെല്ലാം ഉരുട്ടി മാറ്റാനും ടാർ വീപ്പയെല്ലാം എടുത്ത് മാറ്റാനും ഒക്കെയുള്ള ശ്രമമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉച്ച കഴിഞ്ഞപ്പോൾ വാലടിയിൽ എത്തിച്ചേർന്നു. വാലടിയിൽ നിന്ന് വീണ്ടും നാരകത്തറയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ച ആ സമയത്ത് നാട്ടുകാർ അതിശക്തമായി പ്രതിരോധം ഏർപ്പെടുത്തി. വലിയ കല്ലേറാണ് നടന്നത്. വീടുകളുടെ മറവുകളിൽ നിന്നും മരങ്ങളുടെ പിന്നിൽ നിന്നും കുറ്റിക്കാടുകളിലും പൊന്തക്കാടുകളിൽ നിന്നുമൊക്കെയാണ് കല്ലെറിയുന്നത്. പോലീസുകാർ പിന്നാലെ ചെന്നാൽ പാടവരമ്പുകളിലൂടെ, കണ്ടത്തിലൂടെ നാട്ടുകാർ ഓടി രക്ഷപ്പെടുകയാണ്. പോലീസുകാരെന്ത് ചെയ്യാം, നിർഭാഗ്യം. നമുക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. അവർക്ക് ഈ പാടവരമ്പുകളിലൂടെ പിന്നാലെ ചെല്ലാൻ പറ്റും. ഒരിക്കലും നാട്ടുകാരുടെ അത്രയും ഒരു എക്സ്പീരിയൻസ്, അവർ കർഷകരാണ്, അവർ പാടവരമ്പത്തോടെ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്. അവരുടെ പിന്നാലെ ഈ പോലീസുകാർക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് പകുതി ഓടിയിട്ട് അവർക്ക് പിന്മാറേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വലിയ പ്രതിരോധം തന്നെ നാട്ടുകാർ തീർത്തു. പിന്നെ ഒരുപാട് കല്ലേറുകൾ, പോലീസുകാർക്ക് പരിക്കൊക്കെ ഏറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് വിഷമമുണ്ട്, പോലീസുകാരുടെ നിരപരാധികളാണ് സത്യത്തിൽ അവർ. പക്ഷേ കോടതി ഉത്തരവിൻ്റെ പേരിൽ അവർ വന്നിരിക്കുകയാണ്, അവരുടെ ജോലി നിർവഹിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ അവർക്കൊക്കെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഒരു 3 മണി സമയം കഴിഞ്ഞ് തഹസീൽദാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി. തഹസീൽദാർ വന്നത് RDOയുടെ പ്രത്യേക അനുമതി വീണ്ടും ചോദിച്ച് വാങ്ങിക്കൊണ്ടാണ്. അങ്ങനെ വെടിവെക്കാൻ ഉത്തരവിട്ടു. വെടിവയ്പുണ്ടായി. പക്ഷേ ഭാഗ്യത്തിന് ആർക്കും ഒരു പരിക്കും ഏറ്റില്ല. വെടിവെപ്പിൽ ആർക്കും പരിക്കൊന്നും ഏറ്റില്ല. എങ്കിലും
പിന്നീട് പ്രതിരോധിക്കാൻ നാട്ടുകാർ നിന്നില്ല. കല്ലെറിയാൻ നിന്നാൽ ചിലപ്പോൾ വെടികൊണ്ടാലോ എന്നുള്ള ഭയത്താൽ നാട്ടുകാരെല്ലാവരും ഓടി മറയുകയാണ് ചെയ്തത്. പക്ഷേ പോലീസുകാർ ആ അവസാന സമയം കയ്യിൽ കിട്ടിയവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായി. 9 പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെയാണ്. പക്ഷേ അന്ന് പോലീസുകാർ പോയപ്പോൾ ഒരു ഭീഷണി മുഴക്കിയിട്ടാണ് പോയത്. നിങ്ങൾ തങ്കമണി സംഭവം ഓർമ്മിക്കുന്നുണ്ടോ? അതുപോലെ ഈ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. സത്യത്തിൽ നാട്ടുകാരൊക്കെ ഭയന്നു. ഇവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരും നാടുവിട്ടു. ഒരാൾ പോലും ഈ സ്ഥലത്തെങ്ങുമില്ല. സ്ത്രീകളാകെ ഭയന്ന് വിറച്ച് 4 ചുവരുകൾക്കുള്ളിൽ വാതിലുകളും ജനലുകളും എല്ലാം അടച്ച് കഴിയുകയാണ്. അന്ന് കോൺഗ്രസ് ഭരണമാണ്. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയും VM സുധീരൻ, അന്ന് VM സുധീരൻ ആലപ്പുഴയുടെ MP ആണ്. എല്ലാവരെയും മാറി മാറി ബന്ധപ്പെട്ടു. ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ഒരു 6 മണി 6:30 മണി ആയപ്പോൾ VM സുധീരൻ്റെ ഒരു ഫോൺ വന്നു. രാത്രിയിലാരും ഭയപ്പെടേണ്ട, പോലീസൊന്നും വരില്ല, അത് ആഭ്യന്തര വകുപ്പിൽ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് VM സുധീരൻ്റെ ഫോൺ വന്നു. അതിനുശേഷമാണ് ഈ നാടൊന്ന് ആശ്വസിച്ചത് എന്ന് തന്നെ പറയാം. അത്രമാത്രം വലിയ ദുരന്തമാണ് സത്യത്തിൽ അന്ന് നടന്നത്. നാട്ടുകാരുടെ ഒറ്റക്കെട്ടായ ചെറുത്തുനിൽപ്പിൻ്റെ ഫലമാണ് ആ സമരം വിജയിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്നതിന് മുൻപ്, ആക്ഷൻ കൗൺസിൽ പോലും രൂപീകരിക്കുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും KSRTC ഡിപ്പോകളിൽ ചെന്ന അധികാരികളെ കണ്ടിരുന്നു. അവരോട് വിശദമായി സംസാരിച്ചു. ഞങ്ങളിങ്ങനെ ഒരു സമരം ആരംഭിക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് KSRTC മതി എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായ ഒരു അമ്പരപ്പും സന്തോഷവും ചെറുതായിരുന്നില്ല. അവർക്ക് അത്ഭുതപ്പെട്ടു പോയി. KSRTC മതി എന്ന് പറയുന്ന ഒരു നാട്ടുകാരെ എനിക്ക് തോന്നുന്നു ഈ KSRTCക്കാരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അവർ ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത്. R ബാലകൃഷ്ണപിള്ള അന്ന് കാവാലത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് R ബാലകൃഷ്ണപിള്ള കാവാലത്തെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കാവാലം വരെ സർവീസ് നീട്ടിയ ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനമായിരുന്നു. നാരകത്രയിൽ നിന്നും കാവാലത്തേക്ക് KSRTC സർവീസ് നീട്ടിയ ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ R ബാലകൃഷ്ണപിള്ള വന്നപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഈ റൂട്ട് ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ട് ഇപ്പോൾ ദേശസാൽകൃത റൂട്ടാണ്, നാഷണലൈസ്ഡ് റൂട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്ത് നിന്നും മുളയ്ക്കാന്തുരുത്തി കാവാലം റൂട്ട് ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടേക്ക് ഒരു RTOമാരും മേലാൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് പോകരുതെന്ന് അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഉത്തരവിറക്കുകയും ചെയ്തു മന്ത്രി എന്നുള്ളതിലേക്ക്. ഞങ്ങൾ KSRTCക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നന്ദി പറഞ്ഞു. KSRTC ഡിപ്പോകളിലെത്തി നന്ദി പറഞ്ഞു. RTOമാരോട് നന്ദി പറഞ്ഞു. അങ്ങനെ എല്ലാം ഞങ്ങളുടെ ഒരു തീവ്ര ശ്രമം ഇതിൻ്റെ അകത്തൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായി. ഞാൻ KSRTCയിൽ ജോലിക്ക് വന്നിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളമായി. KSRTC ജോലിക്ക് വരാനുള്ള കാര്യം എൻ്റെ അച്ഛനെ KSRTC ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. പെൻഷനായി. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടിയായിരിക്കുന്ന സമയങ്ങളിൽ വരുമ്പോൾ വർക്ക്ഷോപ്പുകളിലൊക്കെ വരുമ്പോഴേ വാഹനങ്ങളൊക്കെ കാണുമ്പം
ആ ചെറുപ്പത്തിലുള്ള കൗതുകമുണ്ട്. അതുകൊണ്ട് അന്നേരം തന്നെ നമുക്ക് KSRTCയോട് ഒരു താല്പര്യം തോന്നി. പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞു KSRTCയിൽ ഈ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ അപേക്ഷിച്ചു. എനിക്ക് PSC മുഖാന്തരം ജോലിയും കിട്ടിയ വ്യക്തിയാണ്. നമ്മൾ ജോലിക്ക് കയറിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലല്ല. KSRTC എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. മാക്സിമം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് KSRTC ജീവനക്കാർ. ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറേ പരിമിതികളുണ്ടെങ്കിൽ പോലും ഒത്തിരി സഹായങ്ങൾ KSRTC കിട്ടാറുണ്ട്. എന്നാലും വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണ് KSRTC ജീവനക്കാർ. പിന്നെ നമ്മൾ മാക്സിമം പൊതുജനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടണം. ആ സാഹചര്യത്തിൽ നമ്മൾ KSRTC തന്നെ തുടർന്ന് ജോലി ചെയ്യുകയാണ്. നമ്മളതിൻ്റെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. കഷ്ടപ്പാടുണ്ടെങ്കിലും പൂർണ്ണ സംതൃപ്തിയോട് തന്നെയാണ് KSRTCയിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാരേജിലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അതിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താക്കുന്ന രീതിയിലാണ് അതിൻ്റെ പണികൾ കാര്യങ്ങൾ ചെയ്തിട്ട് യാത്രക്കാർക്കും ഡ്രൈവർക്കും പൊതുജനങ്ങൾക്കും അത് ഒരു അപകടം മാക്സിമം കുറയ്ക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് വണ്ടി സർവീസിന് കൊടുക്കുന്നത്. അത് നമ്മുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ട കേസ് കിട്ടുകയാണെങ്കിലും ആ വണ്ടിയുടെ സുരക്ഷിതത്വം പൂർണ്ണമായും അവർ ഉത്തരവാദിത്തത്തിലെടുത്തുകൊണ്ടാണ് അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. നമ്മളെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് വിട്ട ഒരു വണ്ടി ഒരപകടവും കൂടാതെ തിരിച്ചു വരുന്നു. യാത്രക്കാർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. ആ വണ്ടി അപകടങ്ങൾ കൂടാതെ തിരിച്ചെത്തുന്നു. ഡ്രൈവർക്കും അതിനകത്തുള്ള സംതൃപ്തി കിട്ടുമ്പോൾ നമുക്കും കിട്ടുന്നൊരു സംതൃപ്തി ഒരു വലിയ വലുതാണ്. അതാണ് നമ്മൾ KSRTC ജോലി ചെയ്യാനായിട്ടൂടെയുള്ളൊരു താല്പര്യം. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പല പരാതികളുണ്ടെങ്കിൽ പോലും നമ്മളെ കൃത്യമായി അവരെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയാണ്. അതാണ് നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു സന്തോഷവും അതാണ്. കുട്ടിക്കാലം മുതലേ ഈ ഡ്രൈവിംഗ് എനിക്ക് വലിയ ഹരമായിരുന്നു. പ്രൈവറ്റ് ബസ്സിലൊക്കെ അമ്മയുടെ കയ്യിൽ തൂങ്ങി ആ പ്രൈവറ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിലുള്ള പെട്ടിപ്പുറത്ത് കയറിയിരിക്കും. ഡ്രൈവർ ചേട്ടന്മാർ വണ്ടി ഓടിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കൗതുകത്തോടെയൊക്കെ നോക്കിയിരുന്നൊരു കാലഘട്ടം. വളർന്നു വന്നപ്പോൾ ഈ വാഹനങ്ങളെയൊക്കെ പ്രത്യേകിച്ച് KSRTC ഒക്കെ അകലെ നിന്ന് നോക്കിൽ കണ്ടു. ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വന്ന് ഇതുപോലെ ഡ്രൈവ് ചെയ്യുമെന്നൊന്നും അന്ന് പ്രതീക്ഷയില്ലായിരുന്നു. കാലങ്ങൾ മുൻപോട്ട് പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വലിയ വണ്ടികളൊക്കെ ഓടിക്കുവാറായതിനു ശേഷമാണ് പിന്നീട് മംഗലാപുരത്തുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്ക് കയറി. അങ്ങനെ ദീർഘദൂര യാത്രകൾ, രാവും പകലുമില്ലാതെയുള്ള ഓട്ടങ്ങൾ. തുടർന്ന് അതിന് ശേഷമാണ് PSCയിൽ കണ്ട അഡ്വർടൈസ് കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും ഇതും ഇങ്ങനെ കിട്ടും എന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്തായാലും ദൈവാനുഗ്രഹം KSRTC ഒരു ജോലി ലഭിച്ചു. ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് അടൂരാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഗുരുവായൂരാണ് അന്ന് പോയത്. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഈ കേരളത്തിലെ ജനങ്ങളെയും കൊണ്ട് അവർക്ക് വേണ്ടി ഒരു സേവനം നടത്തുവാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. അതിന് ഈ KSRTC ആണ് അങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളുടെ സർവീസിൻ്റെ ബഹുഭൂരിപക്ഷവും അവരുടെ സേവനത്തിന് വേണ്ടി KSRTC നൽകുന്ന സേവനം എത്രയോ വലുതാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ റോഡിലേക്ക് ഇറങ്ങി കൈ നീട്ടിക്കഴിഞ്ഞാൽ ഈ KSRTC അല്ലാതെ വേറൊരു വാഹനം ഏതാണ് ഉള്ളത്? അവരെ കുന്നുകളും മലകളും ഒക്കെ താണ്ടി അവരവരുടെ എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കുവാൻ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ന് ഈ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഈ KSRTC-യെക്കുറിച്ചുള്ള ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഒരിക്കലും ഒരു ഡ്രൈവറോ ഒരു KSRTC ജീവനക്കാരോ ഒരു ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് രാവിലെ വണ്ടി എടുക്കുന്നത്. ദീർഘവർഷത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള യാതൊന്നും എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ഉടച്ചിലോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും മാത്രം. പക്ഷേ നമുക്കറിയാം, കേരളത്തിലൊക്കെ റോഡുകൾ വളരെ അപര്യാപ്തമാണ്. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിനം പ്രതി രജിസ്ട്രേഷൻ ചെയ്തിറങ്ങുന്ന കേരളത്തിൽ ഇത്രയും വലിയൊരു വണ്ടിയുമായിട്ട് രാവിലെ ഓടി രാത്രിയോളം പകലന്തിയോളം ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട്. ഒരിക്കലും മനഃപൂർവ്വമായിട്ടൊരു KSRTC ഡ്രൈവർ എന്നുള്ള ഞാനോ ഞങ്ങളുടെ ജീവനക്കാരും അങ്ങനെ ചെയ്യാറില്ല.
ഒരു നെഗറ്റീവ് കമൻറ്റ് പൊതുജനത്തിനും മധ്യത്തിൽ ഉണ്ടാകാറുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ അതുണ്ടാകുന്നതിനെ ഞങ്ങൾ ന്യായീകരിക്കാറില്ല. ശരിക്കും അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ തീർത്തും നിരാശരാണ്. എങ്കിലും ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ദിനം പ്രതിയുള്ള യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമുക്കറിയാം. രാത്രിയിലൊക്കെ ഒരു 9 മണി കഴിഞ്ഞാൽ യാത്രക്കാർ ഉറക്കത്തിലാണ്. അപ്പോഴും ഞങ്ങൾ ഉറങ്ങാതെ ഈ വണ്ടി ഉൾപ്പെടെ ഞങ്ങളെ സർവശക്തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഓടിക്കുന്നു. രാവിലെ പുലരുമ്പോൾ ബാംഗ്ലൂരിൽ എവിടെയൊക്കെ എത്തുമ്പോഴാണ് യാത്രക്കാർ ഉണരാറുള്ളത്. അപ്പോൾ അങ്ങനെ കൃത്യതയോടെ നമ്മൾ അവരെ കൃത്യസമയത്ത് എത്തിക്കുക. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തലസ്ഥാന നഗരി വരെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, തിരിച്ചും യാത്ര ചെയ്യുന്നവർ, അങ്ങനെ ദിനേന നമ്മുടെ രാജ്യത്തിൻ്റെ ചടുലമായിട്ടുള്ള ഓരോ ദിവസങ്ങളെയും ചടുലീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ഓടിക്കുന്ന ഒന്നായിട്ട് തന്നെ നമ്മുടെ ഈ KSRTC പോലുള്ള സേവന മേഖലകൾ ഉണ്ടാകാറുണ്ട്. അത് ഞങ്ങൾക്കും ഒരഭിമാനമാണ്. ഒരിക്കലും ഈ KSRTC ഇല്ലാതാവുന്നൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഓരോ ആളും ഇവിടെ ജനിച്ചു വീഴുന്നത് അവൻ കാണുന്ന ഒന്നാണ് KSRTC. അത് കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പോലും അവൻ കേൾക്കുന്ന ഒന്നാണ്. ചെറിയ പ്രായത്തിൽ മുതൽ അവൻ്റെ സ്കൂൾ ജീവിതത്തിലും അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലും ഔദ്യോഗിക മേഖലകളിലും എല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് KSRTC ഇന്ന് മാറിയിട്ടുണ്ട്. വരും കാലങ്ങളിലും മെച്ചമായൊരു സേവനം ഈ KSRTC നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെയും പ്രത്യാശ. അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പോലെ ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം എനിക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എല്ലാ PSC ടെസ്റ്റുകളും അപേക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആദ്യമായിട്ടാണ് KSRTCയിൽ വനിതാ കണ്ടക്ടറുടെ ഒരു വിജ്ഞാപനം വന്നത്. അപ്പോൾ അതിൽ അപേക്ഷിക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോലി സ്ത്രീകൾക്ക് പറ്റിയതല്ലെന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നുകൊണ്ട് ഞാനത് അയക്കുകയും എനിക്ക് ആ പരീക്ഷയിൽ വിജയം നേടാൻ കഴിയുകയും എന്നെ ജോലിയിൽ എടുത്തതായിട്ടുള്ള മെമ്മ വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് എനിക്കൊരു പ്രശ്നമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ കുട്ടിയെ ഡെലിവറി കഴിഞ്ഞ് 3 മാസം ആയതേ ഉള്ളായിരുന്നു. ഫിസിക്കലും ഒക്കെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എന്നിട്ടും പിന്മാറാതെ തന്നെ ഫിസിക്കലിന് കൈക്കുഞ്ഞുമായി വന്ന് PSC ഓഫീസിൽ വന്ന് ഫിസിക്കൽ ടെസ്റ്റൊക്കെ പാസ്സാവുകയും അതിനുശേഷം 2-3 മാസത്തിനുള്ളിൽ എനിക്ക് ജോലി തരപ്പെടുകയും ചെയ്തു. ഈ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡ്രൈവറായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം എന്നോട് വേണ്ട, നിന്നെക്കൊണ്ട് ഇത് സാധിക്കുകയില്ല, ഇത് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു, ഉറച്ച മനസ്സോട് കൂടി തന്നെ പറഞ്ഞു, എനിക്ക് ഇത് ജോലി ചെയ്യണം. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്, ഇത് ഞാൻ പാഴാക്കത്തില്ല. ഇതിൽ ഞാൻ ജോയിൻ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറിക്കോളാമെന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ ജോലിയിൽ തുടരുകയുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇന്ന് 15 വർഷമായി ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇന്ന് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ഈ ജോലി ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായി. വനിതകൾക്ക് ഇവിടെ ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ഓരോരോ പുരോഗതികളായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വരികയും ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ജോലി ചെയ്യാവുന്ന പോലെ എല്ലാ ഡിപ്പോകളിലും നല്ല വിശ്രമ മുറികൾ, കംഫർട്ട് സ്റ്റേഷനുകൾ, ഞങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അവസരങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഇതിൽ ഹാപ്പിയാണ്. എൻ്റെ കൂട്ടുകാരികളും ഇവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെ എല്ലാവരും സംതൃപ്തരായിട്ട് തന്നെയാണ് ഈ ജോലി ഇപ്പോൾ ചെയ്യുന്നത്. ആർക്കും ഇതിൽ നിന്ന് പോകണമെന്നോ അയ്യോ ഇത് വേണ്ടായിരുന്നെന്നോ ഒരു ചിന്ത ആർക്കും തന്നെ ഇല്ല. പിന്നെ ശമ്പള കാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കുണ്ടായെങ്കിൽ പോലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പിടിച്ചു നിന്ന് ഞങ്ങളെല്ലാവരും പരസ്പരം സഹായിച്ചും
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കൾ പരസ്പരം സഹായിച്ചുമൊക്കെ ഞങ്ങൾ ഇതിൽ തരണം ചെയ്ത് ഇതുവരെ മുന്നേറിയവരാണ്. അതുകൊണ്ട് മേലിലും ഇത് നല്ല രീതിയിൽ ഇതിലും നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിൽ തന്നെ തുടരുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും ഈ ജോലിയിൽ വളരെ ഹാപ്പിയാണ്. KSRTC ഞങ്ങൾക്ക് വന്നതിന് പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞങ്ങൾ ഈശ്വരനോട് നന്ദി പറയുന്നുണ്ട്. ബസ് വന്നതിൽ സന്തോഷവും ഞങ്ങൾക്ക് സന്തോഷം തന്നെ, നല്ലതും തന്നെ. താങ്ക് യു KSRTC. 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 താങ്ക് യു KSRTC.